ഒരാൾ മരിച്ചില്ലേ? അതല്ലേ ഇവിടുത്തെ ഗ്രാവിറ്റി. ഒരാൾ മരിച്ചു, മരിക്കാൻ പാടില്ലാത്ത ഒരാൾ മരിച്ചു, അതിനകത്ത് കൊലക്കുറ്റത്തിന് കേസ്. എന്തൊരു നിരുത്തരവാദിത്വപരമായ ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു ദാരുണമായ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഇവിടുത്തെ ബിന്ദു എന്ന് പറയുന്ന അമ്മ, അവർക്കൊരു രോഗം വന്ന് മരിച്ചതല്ലല്ലോ, രോഗിക്ക് കൂട്ടിരിക്കാനായി പോയി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം മാത്രം കൊല്ലപ്പെട്ടൊരു സ്ത്രീ. അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനോ ഒരു വാക്കിൻ്റെ ആശ്വാസം പറയുവാനോ എങ്കിലും സർക്കാർ തയ്യാറാകണ്ടേ? അപ്പോൾ സർക്കാരിന് ഇവിടെ വരാൻ കഴിയാത്ത കുറ്റബോധമാണ് ഇതിൻ്റെ സർക്കാർ ഉത്തരവാദിത്വത്തെ വിളിച്ചു പറയുന്നത്. ഇവിടെ ഏറ്റുമാനൂരുകാരനായ മന്ത്രിയുണ്ട്, ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ശ്രീ വാസവനുണ്ട്. അദ്ദേഹത്തെ പറ്റി പൊതുവിൽ തന്നെ മന്ത്രിസഭയിൽ തന്നെ അറിയപ്പെടുന്നത് ലെയ്സൺ മിനിസ്റ്റർ എന്നാണ്. സാധാരണ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോൾ അവിടെ ലെയ്സണിങ്ങിന് പോകുന്ന ആളാണ് ശ്രീ വാസവൻ. ആ വാസവൻ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത്? ഇന്നലെ പത്രസമ്മേളനമൊക്കെ നടത്തി അട്ടഹസിക്കുന്നത് കണ്ടല്ലോ, വലിയ തമാശയൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഒരാൾ മരിച്ചു കിടക്കുകയാണ്, മരിച്ചു കിടക്കുമ്പോഴാണ് ക്രൂരമായ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയമാണ്. ഇന്ന് വരെ ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ പോയി കൂട്ടിരുന്ന ആൾ വരെ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മന്ത്രിസഭയിലെ ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ? ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പർ 1 കേരളത്തിൻ്റെ ഭാഗമല്ലേ ബിന്ദു ചേച്ചി? നമ്പർ 1 കേരളത്തിൻ്റെ ഭാഗമല്ലേ കോട്ടയത്തെ മെഡിക്കൽ കോളേജ്? ഇപ്പോൾ ഇവർ സർക്കാർ പറയുന്നത് അത് പൊളിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഒരു കെട്ടിടമാണെന്നാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ വാർഡിൽ കിടക്കുന്ന ആളുകളോട്, ഏതാണ്ട് 10-20 പേര് ആ വാർഡിലുണ്ട്, ഈ രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെ ആയിട്ട്, അവരോടെല്ലാം ആശുപത്രി അധികൃതർ തന്നെ ഫ്രഷാകാനായിട്ട് പറഞ്ഞു വിടുന്ന ആ ബിൽഡിങ്ങിലേക്കാണ്. അപ്പോൾ പച്ചയ്ക്ക് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. എന്തായാലും ഈ സർക്കാരിൻ്റെ ഒരു ക്രൂരത, ദിസ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ. കേരളത്തിലെ ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ചികിത്സയ്ക്ക് പോയി മരണമടയുന്ന ആളുകളുടെയൊക്കെ കൊലപാതകമായി രജിസ്റ്റർ ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി ശ്രീമതി വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ്. അവരിതിന് ആൻസറബിളാണ്. അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയല്ലേ. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഇവരുടെ കെടുകാര്യസ്ഥത കാരണം, തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്. കൃത്യമായി സർക്കാർ ഇതിന് മറുപടി പറയണം. ശ്രീമതി വീണ ജോർജ് നിരന്തരമായി, ഒരു കെട്ടിടം വീണതിനെ പറ്റിയിട്ടല്ലോ നമ്മൾ പറയുന്നത്, ഈ നാട്ടിലെ ഏതൊരു ആരോഗ്യരംഗത്തെ ഒരു രോഗം ഭേദമായാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഓടിച്ചെല്ലുന്ന മന്ത്രിക്ക് വീഴ്ചകളുടെ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല, ഒരു രാജിവെക്കാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ നാളെ കോട്ടയം ഒഴികെ, കോട്ടയത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചുണ്ടായിരുന്നു. 13 ജില്ലകളിലും നാളെ ജില്ലകളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ DMO ഓഫീസിലേക്ക് മാർച്ചുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച നിയോജകമണ്ഡലം തലങ്ങളിൽ സമരമുണ്ട്. ഞങ്ങളിതൊരു ജീവൽ പ്രശ്നമായിട്ട്, ഇപ്പോൾ ഇതൊരു ഏറ്റുമാനൂരുള്ള ഒരു ആശുപത്രിയുടെ മാത്രം പ്രശ്നമല്ലെന്നേ. നിങ്ങൾ ഈ കേരളത്തിലെ ഏതൊരു താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പത്രസമ്മേളനം നടത്തി. ഈ എൻ്റെ മണ്ഡലത്തിലെ ആശുപത്രികളുടെ, അമ്മയും കുഞ്ഞും ആശുപത്രി, മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് കേരളത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആശുപത്രിയുടെ പേര് പറ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇത്രയും റിപ്പോർട്ട് ചെയ്യുന്നല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന ആളുകളല്ലേ, നിങ്ങൾ പറ. സാറ്റിസ്ഫൈങ്, ആവശ്യത്തിന് ഡോക്ടറുള്ള, ആവശ്യത്തിന് മരുന്നുള്ള, ഏതൊരു രോഗി ചെന്ന് കഴിഞ്ഞാലും സംതൃപ്തിയോടുകൂടി മടങ്ങാൻ കഴിയുന്ന ഒറ്റ ആശുപത്രി പേര് പറയാൻ കഴിയുമോ? എത്ര ആശുപത്രികളിലാണ് പോസ്റ്റ് വേക്കൻ്റായിട്ട് കിടക്കുന്നത്? അപ്പോൾ ഇത് ഒരു ഏറ്റുമാനൂരിലൊരു കെട്ടിടം താഴെ വീണു, ഒരു കോഴിക്കോട്ട് തീപിടുത്തം ഉണ്ടാകുന്നു, അത് വെച്ച് മാത്രം നമ്മൾ അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഇപ്പം അബിൻ സൂചിപ്പിച്ചു, ഈ സംസ്ഥാനത്തെ 1 ഡസൻ മന്ത്രിമാരിവിടെ ഉണ്ടായിട്ട് 2.5 മണിക്കൂറാണ് വൈകുന്നത്. മാത്രമല്ല ഇവർ വന്ന്, ഇതാണ് ഇവരുടെയൊക്കെ അബദ്ധധാരണ. മന്ത്രിക്ക് വകുപ്പിനെ പറ്റിയിട്ടുള്ള ധാരണ പോലെയായിരുന്നു ഇന്നലെ അവർ സംസാരിച്ചത്. അകത്താരുമില്ല, അവർ കൺക്ലൂസീവായിട്ട് പറയും. അവരെങ്ങനെ പറയുന്നത്? അതല്ലേ രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചത്. അപ്പോൾ ഇത് ബോധപൂർവമായ, അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒരാൾ വാഹനം ഇടിച്ച് മരിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാറില്ലേ? വാഹനം ഇടിച്ച് മരിച്ചാൽ. അപ്പോൾ ഇവരുടെ ഒരു കുറ്റകരമായ സ്റ്റേറ്റ്മെൻറ്റ് കാരണം രക്ഷാപ്രവർത്തനം വൈകി ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേരെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അത് സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്കയിൽ ചികിത്സയിലേക്ക് പോയ മുഖ്യമന്ത്രി തയ്യാറാകണം. ഈ നാട്ടിലെ സാധാരണക്കാർ നമ്മുടെ താലൂക്ക് ആശുപത്രി പോകേണ്ടതാണ്. ഇനി പോകാനുള്ള കോൺഫിഡൻസ് ഇവിടെ കൊണ്ടുവരാനായിട്ട്
ഇവിടെ മന്ത്രിസഭ ശ്രമിക്കണം. ഈ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ലെന്ന് ശ്രീ എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളോട് ആള് മരിച്ചാലും വീഴ്ചയായിട്ട് കൂട്ടാൻ കഴിയില്ല എങ്കിൽ അയാൾക്കൊക്കെ മനസാക്ഷിയില്ലെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. വേറെ ഒന്നും അതിനപ്പുറം പറയാനില്ല. പിന്നെ ആള് മരിക്കുന്നൊന്നും അവർക്കൊരു വിഷയമല്ലല്ലോ. ആളെ കൊല്ലുന്ന പാർട്ടിക്ക് ആള് മരിക്കുന്ന എന്താ വിഷയം? സർക്കാരിൻ്റെ സഹായത്തിന് ഉപരി ഒരു മന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേന്നേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കപ്പെടത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗം വന്നാണെങ്കിൽ അവരതെങ്കിലും പറഞ്ഞ് ആശ്വസിക്കും അല്ലേ? രോഗം വന്നിട്ടാണല്ലോ എന്നൊരാശ്വാസമെങ്കിലും ബെയർ മിനിമം അവർക്ക് ഉണ്ടാകും. ഇത് അതുപോലും ഇല്ല. കൂട്ടിരിക്കാൻ പോയൊരു സ്ത്രീയാണ്, ആരോഗ്യവേദിയായ ഒരു സ്ത്രീ. ഒരു മന്ത്രിമാരിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒറ്റ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടല്ലേ സഹായം. ഇത് സഹായത്തിനൊക്കെ അപ്പുറം, സഹായം നിർബന്ധമായി ഉണ്ടാകണം. സഹായത്തിനൊക്കെ അപ്പുറം ഇതൊരു ക്രിമിനൽ ഒഫൻസ്. ആൾ മരിക്കുന്ന ക്രിമിനൽ ഒഫൻസ് അല്ലേന്നേ. നമ്മൾ ഈ സഹായത്തിൻ്റെയും ചികിത്സയെ പറ്റിയും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഒരാൾ മരിച്ചില്ലേ, അതല്ലേ ഇവിടുത്തെ ഗ്രാവിറ്റി. ഒരാൾ മരിച്ചു, മരിക്കാൻ പാടില്ലാത്ത ഒരാൾ മരിച്ചു, അതിനകത്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം.